ഇതിനകത്ത് കൃഷ്ണജിനകത്ത് പ്രശ്നം അറിയോ? ഒന്ന് ഈ LDFിൻ്റെ പ്രതിനിധിക്ക് അവർക്ക് ഈ രാജ്യമൊന്നും ഭരിച്ചിട്ടില്ലാത്ത കാരണം അവർക്ക് ഈ രാജ്യത്തിൻ്റെ സിസ്റ്റത്തെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല. അവരുടെ വിചാരം ഓരോ സ്റ്റേറ്റും അതവരുടെ ഐഡിയോളജിയുടെ കൂടെ ഒരു പ്രശ്നമുണ്ട്. അവരുടെ വിചാരം ഓരോ സ്റ്റേറ്റും ഓരോ ഇൻഡിപെൻഡൻറ്റ് സംവിധാനങ്ങളാണ്. അപ്പോൾ അവരുടെ കാര്യം മാത്രം നോക്കണം എന്നൊക്കെയാണ് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നോക്കൂ, ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത് പഞ്ചാബ് പോലീസ് മാത്രമായിട്ടൊന്നല്ല, ഇവിടുത്തെ റോയും ഇവിടുത്തെ മുഴുവൻ രഹസ്യാന്വേഷണ ഏജൻസികളും NIAയും ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് എൻ്റെ ശ്യാമ ഇത് ഇത്തരത്തിലൊരു അറ്റാക്ക് അവിടെ നടക്കാതിരുന്നു ഇന്ന് പിടിക്കപ്പെട്ടതും. അതല്ലാതെ ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങളെല്ലാം മാറി നിന്നതുകൊണ്ടോ പഞ്ചാബ് പോലീസ് നേരിട്ടൊന്ന് പിടിച്ചുകൊണ്ടൊന്നുമല്ല. ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളൊരു സംവിധാനമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇന്റലിജൻസ് സംവിധാനം. അത് നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ആകപ്പാടെ നിങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ 3-4 സംസ്ഥാനങ്ങളെ ഭരിച്ചിട്ടുള്ളൂ. ഇപ്പൊ അവിടെ പോയാലും അധികാരത്തിലില്ലാത്തതുകൊണ്ട് ഈ രാജ്യത്തിന്റെ സിസ്റ്റം എന്താണെന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിവരെയാണ്. കാരണം എന്താണ്, പഞ്ചാബ് പോലീസ് പിടിച്ചല്ലോ, എന്താണ് ആ റോ ഒന്നും ചെയ്യാതിരുന്നത്? ഇത് എല്ലാവരുടെയും കൂടി കോർഡിനേഷൻ ആണ്, എല്ലായിടത്തു നിന്നുള്ള ഇൻഫർമേഷനും കൂടി കൂടിയിട്ടാണ്, പഞ്ചാബിൽ നിന്നുള്ള ആളുകളായതുകൊണ്ടാണ് പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധമെങ്കിലും ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് കാണിക്കണ്ടേ? ഇനി ഇവിടെ നമ്മുടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ എന്താണ്, ഈ ജൂലൈ മാസം 20-ാം തീയതി നടന്നിട്ടുള്ള സമരത്തിലേക്ക് ആളുകൾ നുഴഞ്ഞു കയറുമെന്ന് ജൂലൈ മാസം 21-ന് മുമ്പ് തന്നെ റോ മനസ്സിലാക്കണം എന്നൊക്കെയാണ്. എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, ഒരു സമരം നടന്നു, സമരം ഈ രീതിയിലേക്ക് മാറിയപ്പോഴാ ഈ കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ്. ആ സമരത്തിലേക്കല്ലേ നുഴഞ്ഞാൽ ബേസിലെ പറയട്ടെ ചുമ്മാ ഒരു അലമുണ്ടാക്കല്ലേ, പറയട്ടോ ചുമ്മാ ഒരു അലമുണ്ടാക്കല്ലേ. എന്തായാലും നടക്കാത്ത സമരത്തിലേക്ക് ആളുകൾ നുഴഞ്ഞു കയറും എന്നൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുടെ കാലഘട്ടത്തെ കൂടി ഒന്ന് നോക്കണം കേട്ടോ. ഞാനൊരു ലിസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു പറഞ്ഞുതരാം. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോഴാണ്. കഴിഞ്ഞ 14 വർഷത്തെ കഴിഞ്ഞ 12 വർഷം നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നിങ്ങൾ നോക്ക്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും ഒരു വിശേഷ ദിവസം ഈ രാജ്യത്തിന് ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് പറ്റായിരുന്നത് നിങ്ങളുടെ കാലഘട്ടത്തിലാണ്. എന്തായിരുന്നു വലിയ വർത്തമാനം പറഞ്ഞത്? 2008 എന്തായിരുന്നു മുംബൈ ആക്രമണത്തിൽ? ഇതേ മുംബൈ ആക്രമണത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? 2-3 ദിവസം തീവ്രവാദികൾ ഈ രാജ്യത്ത് മുഴുവൻ, അതും ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളിൽ ലൈവ് കൊടുത്തപ്പോഴത്തേക്ക് അതിന് മുമ്പിലൂടെ നടന്ന് നീങ്ങിയില്ലേ? 150 പേര് നമുക്ക് നഷ്ടപ്പെട്ടില്ലേ? എന്തു ചെയ്തു നിങ്ങളുടെ ആളുകൾ, നിങ്ങളുടെ സർക്കാർ? എന്നിട്ട് എന്താണ് ഈ പറയുന്നത്? അതിനു മുമ്പ് 2006 ഓർമ്മയിൽ അതേ മുമ്പ് തന്നെ 7 ട്രെയിനുകളിൽ വെറും 11 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ 7 ട്രെയിനുകളിലാണ് പ്രഷർ കുക്കർ ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. 200ഓളം ആളുകൾ മരിച്ചിട്ടുള്ളത്. അങ്ങനെ എണ്ണം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിരുന്നു. 2005 ഡൽഹി ദീപാവലി സ്ഫോടനം 62 പേര് മരിച്ചത്. 2006 മുംബൈ ലോക്കൽ ട്രെയിനിൽ 159 പേര് മരിച്ചത്. ഇനി 2007 ഹൈദരാബാദിൽ 42 പേര് മരിച്ചത്. 2008 ജയ്പൂരിൽ 63 പേര് മരിച്ചത്. ബംഗളൂരുവിലെ സ്ഫോടനം, അഹമ്മദാബാദിൽ 56 പേര് മരിച്ചത്. ഡൽഹിയിൽ സ്ഫോടനങ്ങളായിരുന്നു നിങ്ങളുടെ കാലഘട്ടത്തിൽ. സ്ഫോടനങ്ങൾ 2008 മുംബൈ ഭീകരാക്രമണം, 2010 ജർമ്മൻ ബേക്കറി സ്ഫോടനം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചർച്ചയിൽ ഇരുന്നായിരുന്നു തീരൂല്ല. എൻ്റെ ബേസിലെ ഈ ചർച്ചയിൽ ഇരുന്നായിരുന്നു തീരൂല്ല. നിങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനങ്ങളുടെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കി രാജ്യത്ത് എന്താ സംഭവിച്ചിട്ടുള്ളത്? ഉറി ആക്രമണം തിരിച്ചടിച്ചില്ല, സർജിക്കൽ സ്ട്രൈക്ക് കൊടുത്തില്ല BJP സർക്കാർ. നമ്മൾ സർക്കാർ ഉള്ളപ്പോഴത്തേക്ക് നമ്മുടെ സൈന്യം കൊടുത്തില്ല തിരിച്ച്. ഇനി പുൽവാമയിൽ അറ്റാക്ക് ഉണ്ടപ്പോൾ തിരിച്ചു കൊടുത്തില്ല, എയർ സ്ട്രൈക്ക് കൊടുത്തില്ലേ? എന്തിന്? പഹൽഗാമിൽ വരെ തിരിച്ച് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് തിരിച്ചു കൊടുത്തിട്ട് തീവ്രവാദികൾ കല്ലുമ്മേ കല്ല് അവശേഷിക്കാതെ അവരുടെ കെട്ടിടങ്ങളും അവരുടെ തീവ്രവാദ സംഘടനകളും എല്ലാം പാകിസ്ഥാനിൽ കയറി അടിച്ചു കളഞ്ഞില്ലേ? അതിനെ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല കേട്ടോ അന്നും. അതിനെ രാഹുൽ ഗാന്ധി അംഗീകരിച്ചിട്ടില്ല അന്നും. സംശയമായിരുന്നു ഇതിനകത്തല്ല. ഇതാണ് നിങ്ങളുടെ നിലപാട്. എല്ലാത്തിലും എയർ സ്ട്രൈക്കിൽ, സർജിക്കൽ സ്ട്രൈക്കിൽ, ഓപ്പറേഷൻ സിന്ദൂറിൽ എല്ലാം രാഹുൽ ഗാന്ധി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യം ഒരുമിച്ച് നിൽക്കേണ്ട സമയത്തെല്ലാം നിങ്ങളുടെ ആളുകൾ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ കാലത്തെ ഇന്റലിജൻസ് വീഴ്ചകളെ കുറിച്ചിട്ട് പറയാൻ. അതും ജൂലൈ 20-ാം തീയതി മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു സംവിധാനം. ഇനി എനിക്കറിയില്ല ആ സമരം അങ്ങനെ തന്നെ ആവണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന്. അതെനിക്ക് പറയട്ടെ. ജൂലൈ 20-ാം തീയതി മാത്രം, ജൂലൈ 20-ാം തീയതിയാണ് ഈ സമരം നടക്കുന്നത്. ജൂലൈ 31-ാം തീയതി 30-ാം തീയതി ഈ പറയുന്നിട്ടുള്ള വെസ്റ്റ് ബംഗാളിലെ അയാളെ അറസ്റ്റ് ചെയ്യുന്നു. തമീമിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇന്ന് എത്രയാണ്? ഇന്ന് 5-6-ാം തീയതി. ഇന്ന് ബാക്കിയുള്ള പഞ്ചാബിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. ഇനി എത്ര പേര് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കിടക്കുന്നു? ഇപ്പൊ വലിയ വർത്തമാനമൊക്കെ പറയുന്നുണ്ടല്ലോ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും. ഇപ്പോൾ വലിയ വർത്തമാനമൊക്കെ പറയുന്നുണ്ടല്ലോ 10,000-2,000 പേര് കേസിൽ ഉൾപ്പെട്ടുള്ള ആളുകൾ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ നിലപാടെന്തായിരുന്നു? ഇവർ അംഗീകരിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ ആളുകൾ അംഗീകരിക്കുന്നുണ്ടോ? 100-ലധികം ആളുകൾ കൊലപാതക കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ടോ?
ഇത് പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു സമരം എങ്ങനെയാണ് നടന്നത്, ഡൽഹിയിൽ സമരം എങ്ങനെയാണ് നടന്നത്, ഇവർക്ക് ഒരാൾക്കും ഇതിനകത്തൊരു ബോധ്യമില്ലാത്തതിന്റെ പ്രശ്നമാണ്. ഇത് പറയുന്നേ കടന്നു CJP സമരത്തിൽ സമരക്കാർ മൊത്തം ഒരു സ്ഥലത്ത് ജന്തർ മന്ദറിൽ സംഘടിച്ച് നിൽക്കുകയും ഡൽഹി പോലീസ് മുഴുവൻ വളഞ്ഞു നിൽക്കുകയും അതിനിടയിൽ നിന്നാണ് സമരം നടന്നത്. ശ്യാമയ, അങ്ങനെയല്ല. ഏറ്റവും കുറഞ്ഞ സമര ദിവസങ്ങളിലെ വാർത്തയെങ്കിലും നിങ്ങളെടുത്ത് പത്രങ്ങൾ വായിക്കണം, അതിലെ TV ചാനലുകളുടെ വാർത്തകളൊന്ന് കാണണം. ഡൽഹിയിൽ ഒട്ടനവധി ഇടങ്ങളിൽ സമരം നടന്നു. പാർലമെന്റിന്റെ പരിസരത്ത് 50 മീറ്ററിന് അടുത്ത് വരെ സമരക്കാർ വന്നു. ജന്തർ മന്ദർ എന്ന് പറയുന്ന അവിടെയല്ല, അവിടെ നിന്ന് മാറിയുള്ള സ്ഥലത്താണ്. ജന്തർ മന്ദറിൽ മാത്രമായിട്ടല്ല ഈ ജൂലൈ 20 സമരം നടന്നിട്ടുള്ളത്. ആയിരുന്നു ജൂലൈ 20 വരെ. 5-ാം തീയതി വന്നിട്ട് അഭിജിത്ത് വന്നിട്ട് സമരം നടത്തിക്കോട്ടെ എന്ന് ചോദിച്ച് ഡൽഹി പോലീസ് പെർമിഷൻ കൊടുത്തിട്ടുള്ള സമരം നടന്നത് ജന്തർ മന്ദർ മാത്രമായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മളിപ്പോൾ ചർച്ച ചെയ്ത വിഷയം നടക്കുന്നത് കേവലം ജന്തർ മന്ദറിൽ മാത്രമായിരുന്നില്ല. ആ രീതിയിൽ സമരം വികസിച്ച് പോയിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ വികസിച്ച് പോയപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ആ വികസിച്ച് പോകുന്ന ഇടയിലാണ് ഈ ഇന്റലിജൻസ് സംവിധാനങ്ങൾ എല്ലാ ആളുകളെയും അറസ്റ്റും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം അതല്ലല്ലോ. നിങ്ങൾ ഇതിനകത്ത് നിലപാടെന്താണെന്ന്, ഇതിനകത്ത് ഒരു നിലപാട് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിരുന്നില്ലല്ലോ. എന്താണ് ഞാൻ ചോദിക്കുന്നത്? എന്താണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഈ വിഷയത്തിൽ? എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM നേതാക്കന്മാരുടെ നിലപാടെന്നാണ് ഈ വിഷയത്തിൽ? അത് പറയണ്ടേ? അതല്ലാതെ ഇവിടെ അർദ്ധസത്യങ്ങളും അർദ്ധ അറിവും വെച്ചിട്ട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യമുണ്ടോ? അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുകയും പാർട്ടിയുടെ നിലപാടെന്നാന്ന് ഇവർ പറയട്ടെ. അതല്ലാതെ എന്ത് നമ്മൾ പറയുന്നതിനകത്തൊരു ന്യായം വേണ്ടേ, അല്ലെങ്കിൽ ഒരു യുക്തി വേണ്ടേ, ലോജിക്ക് വേണ്ടേ? ഒരു രാജ്യത്തിൽ ഒരു വലിയൊരു സമരം നടക്കുന്നു, 10 ദിവസത്തിനകത്ത് അതിനകത്തുള്ള മുഴുവൻ ആളുകളെ ഐഡന്റിഫൈ ചെയ്തു, അറസ്റ്റ് ചെയ്തു. ഞാനൊരു കാര്യം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. തീവ്രവാദ സംഘടനകൾ, തീവ്രവാദികൾ ഇവർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അത് തുടർച്ചയായിട്ട് അവർ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ് അവരുടെ പരിശ്രമങ്ങളെ തോൽപ്പിക്കുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മുടെ കഴിവെന്ന് പറയുന്നത്. അവിടെ അതവർ തുടർന്നുകൊണ്ടേയിരിക്കും. അതില്ലെന്ന് വിചാരിച്ചില്ല, നമ്മൾ വിചാരിക്കുന്ന ആളുകൾ വിഡ്ഢികളാണ്. പക്ഷെ അതിനെ എങ്ങനെയാണ് തടയാൻ വേണ്ടി സാധിക്കുക, ഓരോ പരിശ്രമങ്ങളെ എങ്ങനെയാണ് നമുക്കതിനെ ചെറുത്ത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കഴിയുക എന്നുള്ളതാണ് ചോദ്യം. അതാണിപ്പോൾ ചെയ്തിട്ടുള്ളതും. ഇതുകൊണ്ടൊന്നും മൗലികമായിട്ടുള്ള ചോദ്യത്തിൽ നിങ്ങൾക്ക് ഒളിച്ചുകൊള്ളാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്താണ് ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട്? ഈ പറഞ്ഞിട്ടുള്ള എന്തുകൊണ്ട് ഇതിനെ അപലപിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല എന്ന് നോക്കൂ. ഇപ്പോൾ എന്തായാലും ISI എന്ന് പറയുന്ന പുറത്തുനിന്നുള്ള പാകിസ്ഥാന്റെ ഒരു സംവിധാനമാണല്ലോ, അവരുടെ ഇന്റലിജൻസ് ആണല്ലോ. എന്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ രാജ്യത്തിനകത്ത് ചർച്ച ചെയ്യാന്ന്. ഈ രാജ്യത്തിനകത്തെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും BJP-കാരനും ലീഗുകാരനും എല്ലാവർക്കും ചർച്ച ചെയ്യാം, നിഷ്പക്ഷർക്കൊക്കെ ചർച്ച ചെയ്യാം. ഞാൻ പറയുന്നത് രാജ്യത്തിന് പുറത്തു നിന്നൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടായപ്പോൾ, ഒരു ഇടപെടൽ ഉണ്ടായപ്പോൾ, ഇന്ന് ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ ഈ രാജ്യത്തിനകത്തെ പാർട്ടികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രതികരിക്കാത്തത്? നിങ്ങളുടെ നേതാക്കന്മാർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത്? അതാണ് ചോദ്യം എന്ന് പറയുന്നത്. അല്ലാതെ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാന്നേ. പക്ഷെ എന്തുകൊണ്ട് പ്രതിപക്ഷം ഈ വിഷയത്തിൽ നിശബ്ദമാകുന്നു? 1 അല്ല 2 തവണ, 2 അല്ല 3 തവണ. 2000-ലധികം വരുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ഈ സമരത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഡൽഹി പോലീസ് അമിത്ഷാജിയുടെ ഉത്തരവ് പ്രകാരം, രാഹുൽ ഗാന്ധി പറഞ്ഞ അങ്ങനെ കേട്ടോ, അമിത്ഷാജിയുടെ ഉത്തരവ് പ്രകാരം ഡൽഹി പോലീസ് സമരക്കാർക്ക് ചുറ്റും നിൽക്കുകയൊന്നും ആയിരുന്നില്ല. ഡൽഹിയിൽ പലയിടങ്ങളിൽ സമരങ്ങളായിരുന്നു. അപ്പോൾ ആ സമരത്തിൽ നുഴഞ്ഞു കയറി. എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ ഈ സമര CJP-യുടെ നേതാക്കന്മാർക്ക് അഭിജിത് ദീപ്കയ്ക്കും സൗരവ് ദാസിനും ഇതിനകത്ത് വിരുദ്ധാഭിപ്രായമുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെ നേതാക്കന്മാർ മിണ്ടിയിട്ടില്ലെന്നേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM നേതാക്കന്മാർ ഇക്കാര്യത്തിൽ മിണ്ടിയിട്ടില്ല. അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. രാജ്യത്തിന് പുറത്തുനിന്നുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടാകുമ്പോൾ പോലും നിങ്ങൾ നിശബ്ദരാകുന്നു, നിങ്ങളുടെ നേതാക്കന്മാർ നിശബ്ദരാകുന്നു. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആങ്ങളെ ചത്താലും വേണ്ടില്ല, നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി, ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, BJP-യെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ എങ്ങനെയും കുറ്റപ്പെടുത്തണം, അർദ്ധസത്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ കുറ്റപ്പെടുത്തണം എന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ ഉപ്പ് വെച്ച കലം പോലെ ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്.